ഈശോയിലെ പ്രിയമുള്ളവരെ, ചൂസ് ഹ്യൂമാനിറ്റി മോർ ദാൻ എനിത്തിങ് എന്ന് പറയും. മനുഷ്യത്വത്തിന് എല്ലാത്തിനും ഉപരിയായിട്ട് സ്ഥാനം കൊടുക്കാം. ഈശോയിലേക്കുള്ള എൻ്റെ യാത്രയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഘടകം, അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ട് എനിക്കൊരു ആത്മബന്ധം ക്രിയേറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എന്നെ എൻ്റെ അവസ്ഥകളോടുകൂടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡ് വളരെ സങ്കീർണമാണ്. സൈക്കോളജിയിൽ മനസ്സിൻ്റെ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്, മൈൻഡിനെ കുറിച്ച് പല ശാസ്ത്രജ്ഞന്മാർ പലതും ഇരുന്ന് പഠിക്കുവാണ്. അപ്പോൾ അവർ പലതരത്തിലാണ് ഒരാളുടെ ബിഹേവിയർ എങ്ങനെയാണ് ഉണ്ടാവുന്നതിനെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞ് പലതരം ആർട്ടിക്കിളുകൾ അവരതിനെക്കുറിച്ച് ഇതാക്കി പലതരം തിയറികൾ കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് ഒരു ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് അവർ പറയുന്നത്. അതായത് ഒരു വ്യക്തി രൂപപ്പെടുന്നത് പലതരം കാര്യങ്ങൾ കൊണ്ട് ചേർന്നിട്ടാണ്. അങ്ങനെ രൂപപ്പെടുന്ന ഒരു വ്യക്തിയെ ഒരു പ്രത്യേക രീതിയിൽ മാത്രമായാലേ ഒരാൾ നല്ലയാളെ ആകൂ എന്ന് സമൂഹം പോലും വിധി എഴുതുമ്പോൾ, കർത്താവ് നീ അങ്ങനെയല്ല, നീ എങ്ങനെയാണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് എന്നോട് പറഞ്ഞ ആ ഒരു യേശുവിനെയാണ് ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത്. അതായത് നമ്മളുടെ വ്യക്തിപരമായ പ്രത്യേകതകളെ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ക്രിസ്തുവാണ് എൻ്റെ ഹൃദയത്തിൻ്റെ നാഥൻ. അത് നിങ്ങളിപ്പം സുവിശേഷം പറയുന്ന ആളാകാം, നിങ്ങളൊരു പുരോഹിതനാകാം, സിസ്റ്റർ ആകാം, അല്ലെങ്കിൽ നിങ്ങളൊരു കുടുംബിനിയാകാം. പക്ഷെ ഓരോ മനുഷ്യനും അവൻ്റെതായ ഓരോ പ്രത്യേകതകളുണ്ട്. ആ ഒരു യുണീക്ക്നെസ്സിനോട് കൂടെ എന്നെ ഏറ്റെടുക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കുറ്റപ്പെടുത്താത്ത ഒരു ക്രിസ്തു അനുഭവമാണ് വ്യക്തിബന്ധം ക്രിസ്തുവുമായി രൂപപ്പെടുന്നതിൻ്റെ എൻ്റെ ഒരു നട്ടലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള. യേശു ക്രിസ്തു എന്നോട് വ്യക്തിപരമായി ഇടപെടുന്ന ഒരു അനുഭവത്തെയാണ് നമ്മൾ ജീസസ് എൻകൗണ്ടർ എന്നൊക്കെ പറയുന്നത്. ആ വ്യക്തിപരമായി ഇടപെടുന്ന അനുഭവത്തിൽ മറ്റുള്ളവരൊക്കെ അപ്പുറത്ത് മാത്രമാണ്, ക്രിസ്തുവും നീയും മാത്രമായിട്ട്, നിങ്ങളും മാത്രമായിട്ട് നിൽക്കുന്ന ഒരു അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് സുവിശേഷം അവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ വിത്തായി പാകപ്പെടുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ ഇപ്പം ഒരു വലിയൊരു കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. മോറൽ പോലീസിങ് ഒക്കെ നടത്തുന്ന, അല്ലെങ്കിൽ മൊറാലിറ്റിയൊക്കെ പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ മതത്തിൻ്റെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള സൈഡിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ ചേർന്ന് എൻ്റെ ജീവിതത്തെ വിലയിരുത്തിയാൽ ഒരുപക്ഷെ അവരെനിക്ക് പാസ് മാർക്ക് തരണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ എൻ്റെ കർത്താവ് അവിടെ ഇരുന്നിട്ട് എന്നോട് ചോദിക്കാൻ, എന്നെ നോക്കി ഒന്നും പറയില്ല, സാരമില്ല മോളെ എന്ന് ചിലപ്പോൾ പറയത്തുള്ളൂ. ആ ഒരു വ്യക്തിബന്ധമാണ് ഈശോയെയും എന്നെയും ചേർത്ത് നിർത്തുന്നത്. തീർച്ചയായിട്ടും റിലീജിയൻ എന്ന് പറയുന്ന വാതിലിലൂടെയാണ് ക്രിസ്തു എന്ന അനുഭവത്തെ, അത്ഭുതത്തെ ഞാൻ കണ്ടുമുട്ടിയത്. പക്ഷെ ക്രിസ്തു എന്നത് അതിൽ തന്നെ ഒരു വാതിലാണ്. ക്രിസ്തുവിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മറ്റൊരു സ്പിരിച്വാലിറ്റിയുടെ ലോകത്തിലേക്ക് എത്തുകയാണ്. അവിടെ മോറൽ പോലീസിങ് കളിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. ഇത് തെറ്റ്, ഇത് ശരി, ഒരു ഇഞ്ച് ഇങ്ങോട്ട് മാറിയാൽ അത് പാപമായി, ഒരു ഇഞ്ച് അങ്ങോട്ട് മാറിയാൽ അത് പാപമായി എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന കർത്താവിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല. മറിച്ച് ശക്തനും സൃഷ്ടാവായ ദൈവം എന്നോട് പറയുവാണ്, മകളെ, നിന്റെ മനസ്സിൻ്റെ സങ്കീർണമായ തലങ്ങൾ എന്നെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. വേറൊരാൾക്ക് എന്നെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. കാരണം ഞാൻ ഒത്തിരി ചിന്തിക്കുന്ന ഒരാളാണ്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ എൻ്റെ കർത്താവാണ് ഈ ഒരു ചിന്താമണ്ഡലം എനിക്ക് തന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ ആ ചിന്താരീതിയെ എന്നെപ്പോലെ തന്നെ മനസ്സിലാക്കുന്ന ഒരാളാരാണ്? ദൈവമാണ്. ഞാനിവിടെ എന്നെ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ നിങ്ങളെ എന്ന് മനസ്സിലാക്കണം കേട്ടോ. അതായത് നിങ്ങളുടെ വ്യക്തിപരമായ പ്രത്യേകതകൾ അതിനെ സൂക്ഷ്മതയോടുകൂടെ വീക്ഷിച്ചിട്ട് അതിൽ ഓരോ കാര്യത്തെയും മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഓരോ ബ്രെയിനിൻ്റെ സെല്ലുകളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്താതെ, നിങ്ങളുടെ പോരായ്മയാണെന്ന് പറയാതെ, നിങ്ങളെ എന്താ പറയുക, ഒരു കോടതി മുറിയിൽ ഇങ്ങനെ കയറ്റി നിർത്തി ചോദ്യം ചെയ്യാതെ, ഒന്ന് ഹഗ് ചെയ്തുകൊണ്ട്, ഒന്ന് തോളിൽ കൈയിട്ടുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു അനുഭവമാണ് നിങ്ങളുടെയും ക്രിസ്തുവിൻ്റെയും ബന്ധത്തിൻ്റെ അടിവേരായിട്ട് പ്രവർത്തിക്കേണ്ടത്. ആ ഒരു എൻകൗണ്ടർ നമ്മുടെ ലൈഫിൽ നടക്കണം. ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമല്ല. ഞാനിപ്പോൾ നിങ്ങളോട് ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു. എൻ്റെ ലൈഫിൽ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇംപെർഫെക്ഷനുകൾ ഉണ്ടാകാം. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും അറിയാതെ, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ചില സിറ്റുവേഷനുകളുണ്ട്. എല്ലായിടത്തും ഞാൻ സ്പിരിച്വാലിറ്റി അപ്ലൈ ചെയ്യുകയാണ്. അതല്ലാതെ എൻ്റെ ലൈഫ് പെർഫെക്റ്റ് ആയിട്ടല്ല ഞാൻ കർത്താവിനെ വിളിക്കുന്നത്. നിറഞ്ഞ കൽഭരണികൾക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ കർത്താവിന് കഴിയത്തില്ല. നമ്മളെല്ലാവരും ഒഴിഞ്ഞ കൽഭരണികളാണ്. അതുകൊണ്ടാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഞാൻ പറയും, ബലഹീനത എന്ന് പറയുന്ന ഞൊണ്ട് ഉള്ളത് കൊണ്ടാണ് ക്രിസ്തു എന്ന വടി ഞാൻ മുറുകെ പിടിച്ചിട്ടുള്ളത്. അത് ഓരോ മനുഷ്യനും അങ്ങനെയാണ്. ഒരാൾ, നിങ്ങളുടെ മിസ്കൺസെപ്ഷൻ ആണ്, ഒരാൾ പുരോഹിതനായാൽ അയാൾക്ക് കുറവുകൾ ഉണ്ടാവില്ല, ഒരാൾ സിസ്റ്റർ ആയാൽ അയാൾക്ക് ഒരു പോരായ്മ ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ദൈവത്തിന് അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. ദൈവത്തിനെല്ലാം അറിയാം.
ഓരോ മനുഷ്യനും ഓരോ വ്യക്തിക്കും അവരവരുടേതായ കുറവുകളുണ്ടെന്നും അവന് ജീവിതത്തിൽ പാളിച്ച പറ്റാൻ പോകുന്ന മേഖലകളുണ്ടെന്നും അവർക്കറിയാം. അപ്പം നിങ്ങളെ വ്യക്തിപരമായി സ്വീകരിക്കുന്ന ക്രിസ്തു അനുഭവമാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രം. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ നിങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളും ക്രിസ്തുവും തമ്മിലുള്ള യാത്രയിൽ അതെങ്ങനെയാണോ പോകുന്നത് എന്നുള്ളതാണ്. എനിക്കൊരു 50 വയസ്സിനും അപ്പുറത്തേക്കുള്ള ഒരു സ്ത്രീ കുറേ വർഷങ്ങൾക്ക് മുൻപ് എന്നോട് സംസാരിക്കുകയായിരുന്നു. അവരിങ്ങനെ പറഞ്ഞു, എനിക്ക് കല്യാണം കഴിഞ്ഞു, എനിക്ക് പേരക്കുട്ടികളായി, ഞാൻ അമ്മൂമ്മയാണ് ഇപ്പോൾ, പക്ഷേ 50 വയസ്സിന് ശേഷം സ്നേഹിക്കപ്പെടാനും കരുതൽ കിട്ടാനും വാത്സല്യം കിട്ടാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാവുകയാണ്. സമൂഹമാണെങ്കിൽ വേണമെങ്കിൽ അവർ കുറ്റപ്പെടുത്തും, അമ്മൂമ്മയായി ഇപ്പോഴാണ് അവർ സ്നേഹത്തിന് വേണ്ടിയൊക്കെ പറയുന്നത്. എൻ്റെ കർത്താവ് ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ആ ചേച്ചിയെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ച്, മകളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, നിന്റെ അവസ്ഥ എനിക്കറിയാലോ. എൻ്റെ കർത്താവ് ആ ചേച്ചിയോട് ഭയങ്കര സ്നേഹത്തോടെ ആയിരിക്കും ഇടപെടുക. ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഈശോ എങ്ങനെയായിരിക്കും ഇവരോട് ഇടപെടാൻ പോകുന്നത്, ഈശോ ഇവരോട് എങ്ങനെയായിരിക്കും അവരുടെ എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുക, അതുപോലെ ഡീൽ ചെയ്യാൻ പഠിക്കാനാണ് കർത്താവ് എന്നെ അല്ലെങ്കിൽ നിങ്ങളെ ക്രിസ്തുവിലേക്ക് വളർത്തുന്നത്. മറ്റൊരു ക്രിസ്തുവാകാനുള്ള വിളിയല്ലേ ഇത്. ആരെയും കർത്താവ് കുറ്റപ്പെടുത്തത്തില്ല. ഒരു 18 വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഒരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ഒരു 16 വയസ്സായ എങ്കിലും മാസ്റ്റർബേഷൻ പോലുള്ള കാര്യങ്ങളിൽ പെട്ടുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോർണോഗ്രഫിയിലേക്ക് പോയി, തെറ്റ് പറ്റുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്തു അനുഭവത്തിലേക്ക് നിങ്ങൾ വരണം. വ്യക്തിപരമായ ഈശോയോട് കൂടെ നിങ്ങൾ ജീവിച്ചു തുടങ്ങണം. അതാണ് ശക്തമായ ആത്മീയതയുടെ അടിത്തറ. ഒരു പക്ഷെ ഞാൻ ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ശക്തമായി പ്രസംഗിക്കുന്നുണ്ടാവും. ഇത് ഓഫാക്കി കഴിയുമ്പം എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് പോകുമ്പോൾ ഞാൻ ചിലപ്പം ഒരു കുഞ്ഞു കുട്ടിയെ പോലെ നിലവിളിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഞാനൊരു യാചിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഞാൻ എൻ്റെ ബലഹീനതകളോട് പൊരുതുന്നുണ്ടാവും, കർത്താവ് എനിക്ക് പറ്റണില്ലെന്ന് പറയുന്നുണ്ടാവും, മുട്ടുകുത്തി കൈവിരിച്ച് നിന്ന് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മുള്ളുകളോട് ഞാൻ പോരാടുന്നുണ്ടാകും. അതെല്ലാം എൻ്റെ പേഴ്സണൽ ലൈഫാണ്. സോ ഐ ആം ഇംപെർഫെക്റ്റ്. എൻ്റെ ശുശ്രൂഷയും ചിലപ്പോൾ ഇംപെർഫെക്റ്റ് ആകാം, പക്ഷെ ഇതെല്ലാം എത്തിക്കുന്നത് പെർഫെക്റ്റായ ദൈവത്തിലേക്കാണ്. എന്നിലൂടെ ഒരു ശുശ്രൂഷ ദൈവം ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനെന്ന വ്യക്തിക്ക് ഇവിടെ പ്രാധാന്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയാൽ മാത്രമേ അത് സംഭവിക്കൂ എന്നില്ല. നിങ്ങൾ പെർഫെക്റ്റ് ആയാൽ മാത്രമേ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നില്ല. നിങ്ങൾ പെർഫെക്റ്റായി ചെയ്താൽ മാത്രമേ ദൈവം നിങ്ങളെ അംഗീകരിക്കൂ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങളായിരിക്കുക. നിങ്ങളുടെ കുറവുകളോടും ബലഹീനതകളോടെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, സ്വീകരിക്കുന്നു. അതൊന്നാമത്തെ തലം. മറ്റൊന്ന്, എനിക്ക് കുറവുണ്ട് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുവല്ല. കർത്താവ് എന്തൊക്കെ എന്നോട് പറഞ്ഞു തന്നോ അതിലെല്ലാം ഞാൻ വർക്ക് ചെയ്യുകയും തിരുത്തുകയും ചെയ്തു. മറ്റൊന്ന് തിരുത്തലിൻ്റെ തലമാണ്. ഈശോ നിങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യും. അതനുസരിച്ച് ആത്മീയതയിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കണം. ഈശോ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്ന. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.